ഇല്ല. അല്ല അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്നുള്ള സർവൈവൽ, ഒരു സമൂഹത്തിൽ നിന്നുള്ള സർവൈവൽ, ഒരു അവസ്ഥയിൽ നിന്നുള്ള സർവൈവൽ. അലിയ മിക്കവാറും ചേച്ചി വന്ന് സെറ്റിലുണ്ടെങ്കിൽ സമയം പോകുന്ന അറിയില്ല. ശ്വേത ചേച്ചി നേതാവേ. ഞാൻ ദൈവവിശ്വാസിയല്ല, ഞാൻ ആരാധിക്കുന്ന ഒരാളല്ല. അങ്ങനെ ഒന്നിനെയും ആരാധിക്കേണ്ട കാര്യം നമുക്കില്ല. ആദരിക്കാം. ഐ റെസ്പെക്ട് യു, ഐ റെസ്പെക്ട് യുവർ ആർട്ട്. ദാറ്റ്സ് മൈ റിലീജിയൻ. ലാലേട്ടന്റെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ മമ്മൂക്ക ഫാൻസ് വരും. അങ്ങനെ ഒരു ഫാൻ ഫൈറ്റ് വരെ നമ്മൾ സ്റ്റിൽ കാണാറുണ്ട്. ആ പറയുന്നത് നിങ്ങൾ എഡിറ്റ് ചെയ്താലും കുഴപ്പമില്ല. അതിനെ പച്ച മലയാളത്തിൽ ഇന്ന് ന്യൂ ജനറേഷനിൽ പറയുന്നൊരു വാക്കുണ്ട്. സ്വന്തം പേരിൽ ഇതേപോലൊരു റൂമർ കേട്ടിട്ട് ഞാനോ ഉണ്ട്, ഇഷ്ടംപോലെ സിറ്റുവേഷൻ ഉണ്ട്. ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. പക്ഷെ അതിപ്പോ വിവരിക്കാൻ താല്പര്യമില്ല. നമുക്ക് പറഞ്ഞേടാ എല്ലാ ഉത്തരവും കറക്റ്റാണ്. പക്ഷേ സത്യസന്ധമായി പറയുകയാണെങ്കിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ നീയാണ്. എന്റെ ക്യാരക്ടറുടെ പേര് താമര എന്നാണ്. അഭിയേട്ടന്റെ താമര. എന്തോ എന്നെ ഇഷ്ടമാണ്. സ്നേഹം മാത്രം കൊടുക്കാറുള്ളൂ. ഹലോ ആൻഡ് വെൽക്കം ടു ന്യൂ ടോക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ജങ്കാർ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ ക്രൂ ആണ്. വെൽക്കം. വെൽക്കം. താങ്ക് യു. ഞാനാണെങ്കിൽ ഇത്ര നേരം നേരത്തെയും കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ കണ്ട സമയത്തൊക്കെ തോന്നുക ശബരിച്ചന്റെ ഉള്ളിൽ ഒരു ആങ്കർ ആകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ? ആ ഏത് ആങ്കർ ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്ന പോലെ തോന്നാറുണ്ട്. ആക്ച്വലി എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. അത് ഇവിടുത്തെ പ്രശസ്ത ആങ്കർ ആയിട്ടുള്ള ഒരാളോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാനും അയാളും കൂടി അത് ആക്കും. ഓ, എന്തോ വലുത് വരാനുണ്ടെന്ന്. അതല്ല, വലുതല്ല, നമ്മള് ചെറുത് ഒരു ട്രൈ ഞങ്ങൾ ചെയ്യും. അപ്പൊ അതിന്റെ ഗസ് ശരിയാണ്. ഒരു ആങ്കർ ആവാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. ഉണ്ട്. എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂസിൽ ശബരിച്ചേട്ടൻ ആങ്കർ ആവുകയാണെങ്കിൽ മാറ്റണം എന്ന് ആഗ്രഹമുള്ള ഇങ്ങനത്തെ ഇന്റർവ്യൂസ് ഒന്നും അല്ല. ഞാൻ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഷോ ആണ്. അതായത് കേരളത്തിൽ അങ്ങനെ ഒരു ഷോ വന്നിട്ടില്ല, ഇന്ത്യയിലും ഇല്ല. അങ്ങനെ ഒരു ഷോ വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു ഷോയാണ് പ്ലാൻ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള പ്രശസ്തനായ ഒരു ആങ്കറിന്റെ ഒപ്പമാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷം ഇല്ല. ശബരിച്ചേട്ടൻ ഒരു ഇന്റർവ്യൂ ലൈക്ക് ആങ്കർ ആയിട്ട് ഹോസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന് വിളിച്ചാ പോവോ? പിന്നെ പോവും. ചേട്ടൻ വിളിച്ചാൽ നമ്മൾ പോകാതിരിക്കോ? എന്തായാലും. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷം ജങ്കാർ. ഓക്കെ, അപ്പൊ ജങ്കാർ ഏതൊരു ജോണറിൽ നമുക്ക് കൂട്ടാൻ പറ്റും? ജങ്കാർ സർവൈവൽ ത്രില്ലർ. അങ്ങനെ പറയാൻ പാടുള്ളൂ പറഞ്ഞല്ലേ? അല്ല, അങ്ങനെയാണ് അല്ലേ? ത്രില്ലർ സ്വഭാവത്തിൽ വരുന്ന സിനിമയാണ്. ഒരു സർവൈവൽ സ്വഭാവവും ഉണ്ട് അതിൽ. അതുകൊണ്ടാണ് ഞങ്ങൾ സർവൈവൽ ത്രില്ലർ എന്ന് പറയുന്നത്. നമുക്ക് ഓരോരുത്തരുടെയും സർവൈവൽ ത്രില്ലർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മഞ്ഞുമല വെച്ച് അതല്ല. പലതരത്തിലുള്ള സർവൈവൽ ഉണ്ടല്ലോ. അതെ, ഒരു വ്യക്തിയിൽ നിന്നുള്ള സർവൈവൽ, ഒരു സമൂഹത്തിൽ നിന്നുള്ള സർവൈവൽ, ഒരു വ്യവസ്ഥയിൽ നിന്നുള്ള സർവൈവൽ, അങ്ങനെയൊക്കെ നമുക്ക് കൂട്ടാം. ഒരു അവസ്ഥയിൽ നിന്നുള്ള സർവൈവൽ. അതെ, വിവിധ തരത്തിലുള്ള സർവൈവൽസ് ഉണ്ട്. ഇതിലേതാണ് ജങ്കാർ എന്നുള്ളത് പ്രേക്ഷകർ പറയട്ടെ. അതെ, അപ്പൊ എന്തായാലും നമുക്ക് ഓരോരുത്തരുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് ഒന്ന് ചോദിച്ചു പോവാം. ഇവിടെ നിന്ന് തുടങ്ങാം. രേണുവിന്റെ ക്യാരക്ടർ എങ്ങനത്തെ, എന്താണ് ഇതിന്റെ ഒരു മെയിൻ ക്യാരക്ടറിന്റെ ഒരു തീം എങ്ങനെയാണ്? എന്റെ ക്യാരക്ടറിന്റെ നെയിം നക്ഷത്ര. നക്ഷത്ര എന്നാണ്. ലൈക്ക് ഒരു പെൺകുട്ടിയുടെ ഒരു ആക്ച്വലി ഇതിൽ എൻ്റെ ഒരു ഇത് ക്യാരക്ടർ പറയട്ടോ, ഞാൻ തിങ്ക് ചെയ്ത് പറയട്ടെ. ഇതാണ് ഇങ്ങനെ
ഒരു എന്താ പറയാ ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്ന ഒരു സർവൈവൽ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഞാൻ പറഞ്ഞു അത് തന്നെ ഞാൻ എന്റെ ക്യാരക്ടറിനെ കുറിച്ച് ഈ ക്യാരക്ടറാണ് അപ്പം സർവൈവ് ചെയ്യുന്നത്? അങ്ങനെയൊന്നുമല്ല. അല്ല, ഓരോ ഞാൻ മാത്രമല്ല വേറെ ആൾക്കാരുണ്ട്. എല്ലാരും സർവൈവിങ്. ഓക്കെ, സോ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നക്ഷത്ര. കൂടുതൽ പറയാൻ പറ്റില്ല എനിക്ക്. ഇനി അപ്പാനി പറയട്ടെ, അതെ, എന്താണ് ക്യാരക്ടർ? എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അഭി എന്നാണ്. അഭീന്ദ്രൻ എന്നാണ്. അഭി എന്ന് വിളിക്കും. അപ്പോൾ അഭിക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാടധികം ബന്ധങ്ങൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുകയും അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങൾക്ക് കൂടപ്പറപ്പിനൊക്കെ ബന്ധം കൊടുക്കുക, വളരെയധികം ഇമോഷണലി കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടർ. വളരെ പാവം ഒരു കഥാപാത്രമാണ്. ഇദ്ദേഹവും പറഞ്ഞതുപോലെ നമ്മളെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ തുരുത്തിലേക്ക് വന്ന് പെട്ടിട്ട് അവിടുത്തെ കുറച്ച് അദ്ദേഹം പോലും അറിയാതെ വേറൊരു ലൈഫിലേക്ക് ഇൻക്ലൂഡ് ആവുന്നു. അവിടെ നിന്നുള്ളൊരു സർവൈവലാണ് ഈ ക്യാരക്ടറിൻ്റെ ഒരു ഡെപ്ത്. മൊത്തത്തിൽ എല്ലാവർക്കും ഒരു അവനവൻ്റെ ജീവിതത്തിലെ ശരിയായ പാതയിലേക്ക് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ട് എല്ലാ ക്യാരക്ടേഴ്സിനും. നേരത്തെ ഞാൻ ഇന്റർവ്യൂവിന് പറഞ്ഞു കേട്ടു എന്റെ ക്യാരക്ടറിനെ കുറിച്ച് ഒന്നും പറയില്ല എന്ന് പറഞ്ഞത്. ഞാൻ പറയില്ല, ഇവിടെ ചോദിച്ചു. എന്താണ് ക്യാരക്ടർ? എന്റെ ക്യാരക്ടറുടെ പേര് താമര എന്നാണ്. അഭിയേട്ടന്റെ താമര. അഭിയേട്ടൻ എന്ന് പറഞ്ഞാൽ എന്റെ ക്യാരക്ടർ വന്നിട്ടില്ല. കട്ടാണ് ഇതിപ്പോ, ഇത് ഇന്റർവ്യൂ ആണ്. അല്ല അങ്ങനെ. അപ്പം ഒരു പാവം പെൺകുട്ടി, അത്രേ ഉള്ളൂ. ഇവരെല്ലാരും റാഗ് ചെയ്യാറുണ്ടോ സ്നേഹനെ? ഏയ് അങ്ങനെയൊന്നുമില്ല. സ്നേഹം മാത്രം കൊടുക്കാറുള്ളൂ. പേടിച്ചിട്ടൊക്കെ പറയുന്ന പോലെ അങ്ങനെയൊന്നുമില്ല. എന്നാ പറയൂ ക്യാരക്ടറിനെ കുറിച്ചിട്ട്. അത്രേ ഉള്ളൂ. താമര, അഭിയേട്ടന്റെ താമര, അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഇഷ്ടം. അങ്ങനെ ഇഷ്ടം. ശബരിശേട്ടൻ എന്താ പറഞ്ഞത്? ക്യാരക്ടറിനെ കുറിച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അധികം അങ്ങോട്ട് റിവീൽ ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ് എന്റെ. ഞാൻ ഇതേവരെ ചെയ്തതിൽ വളരെ 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 വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണ്. ഇതില് കുറച്ച് ഡാർക്ക് ഷെയ്ഡൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് എന്റെ ക്യാരക്ടർ. അത്രേ ഉള്ളൂ. അത്രേ പറയാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ പറയാൻ പാടില്ല. അനുവാദമില്ല. അപ്പൊ എവിടെ വെച്ചിട്ടായിരുന്നു നമ്മുടെ മൂവിയുടെ ത്രൂ ഔട്ട് ഷൂട്ടിങ്ങും? പാലക്കാട്, പൊള്ളാച്ചി, 3 ലൊക്കേഷനിലായിരുന്നു. അപ്പൊ ആ ഒരു നിങ്ങൾ എല്ലാവരും ഏകദേശം ഒരു സെയിം ഏജ് കാറ്റഗറി, ലൈക്ക് പിന്നീട് മൂവിയിലോട്ട് വന്ന ആളുകളാണ്. ഒരു 2010 ശേഷം വന്ന ആളുകളാണ്. ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് കുറെ കൂടെ ഒക്കെ മുമ്പ് വന്നതാ. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു സിങ്കിങ്? നേരത്തെ വിചാരിച്ചിരുന്ന അല്ല, ഇല്ലായിരുന്നു. ചേച്ചി നല്ല ഫ്രണ്ട്ലി. സീനിയേഴ്സ് ആയിട്ടുള്ള ശ്വേയ ചേച്ചിയും സുധീർ കരമന, സുധീരേട്ടനായിട്ട് ഞാൻ വേറെ പടം ചെയ്തിട്ടുണ്ട്. അപ്പം സുധീരേട്ടൻ അങ്ങനെ ഇതില് എന്താ പറയാ, ഒരു ഏജിന്റെ ഒരു പ്രശ്നമേ ഇല്ല. നമ്മള് കലയായിട്ടാണ് ബന്ധപ്പെടുന്നത്. ഒരു വൈബ് ഉണ്ടല്ലോ, നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുമല്ലോ, അതാണ് ഏറ്റവും കൂടുതൽ ഈ പടത്തിൽ ചെയ്തിരുന്നത്. ശ്വേയ ചേച്ചിയായിട്ടും അങ്ങനെ തന്നെ. ശിവചേച്ചിയുടെ ഒരു ക്യാരക്ടർ നമ്മൾ അല്ലാണ്ട് ഈ റിയാലിറ്റി ഷോസിലൂടെ അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് എല്ലാവരോടും ഭയങ്കര സ്വീറ്റ് ആയിട്ട്, എല്ലാവരും ഭയങ്കര പാമ്പർ ചെയ്ത് അങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരാളെ പോലെ ഭയങ്കര സ്വീറ്റ് ആയിട്ട്. രാവിലെ ഷൂട്ട് തുടങ്ങിയാൽ ചേച്ചി വന്ന് സെറ്റിൽ ഉണ്ടെങ്കിൽ സമയം പോകുന്ന അറിയില്ല. ശ്വേത ചേച്ചി നേതാവേ. എല്ലാ സിനിമക്കാരും ശരിക്കും ഒരു സ്റ്റാർഡം എന്നുള്ളൊരു സംഭവം കാണിക്കാൻ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും അത് കാണിക്കാൻ പറ്റുന്ന ഒരാളാണ്. ശരിക്കും ശബരീഷന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് എന്തായിരിക്കും ഒരു സ്റ്റാർഡം എന്ന് പറയുന്നത്? സ്റ്റാർഡം ഇസ് എ സ്റ്റുപ്പിഡ് തിങ്. സ്റ്റാർഡം എന്ന് പറയാം, ആരാധന എന്ന് പറയുന്നതിനോട് തന്നെ എനിക്ക് യോജിപ്പില്ലാത്ത ഒരാളാണ്. ആരാധന കലയോട് മാത്രമേ പാടുള്ളൂ. കലാകാരനെ ആദരിക്കുക, കലയെ ആരാധിക്കുക, അതാണ് എൻ്റെ ഡെഫിനേഷൻ. പേഴ്സണലായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം അത് മാത്രമാണ്. താങ്കളുടെ കല എന്താണ്, അതിനെ ഞാൻ ആരാധിക്കുന്നു. താങ്കളെ ആരാധിക്കുന്നില്ല, ഉറപ്പായിട്ടും ഞാൻ ആരാധിക്കില്ല. താങ്കളെ ആദരിക്കുന്നു. അത് മലയാളത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു യൂസേജ് ഉള്ളത്. നമുക്ക് ഇംഗ്ലീഷിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. ഫാൻഡം അങ്ങനെയുള്ള സ്റ്റുപ്പിഡ് തിങ്. ഞാനൊരു വിശ്വാസിയല്ല, ഞാൻ ദൈവവിശ്വാസിയല്ല, ഞാൻ ആരാധിക്കുന്ന ഒരാളല്ല. അപ്പോൾ ഒന്നിനെയും ആരാധിക്കുന്നത് എനിക്ക് ഇറ്റ്സ് പേഴ്സണൽ ചോയ്സ്. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഒന്നിനെയും ആരാധിക്കേണ്ട കാര്യം നമുക്കില്ല. ആദരിക്കാം.
റെസ്പെക്ട് ചെയ്യാം. ഐ റെസ്പെക്ട് യു, ഐ റെസ്പെക്ട് യുവർ ആർട്ട്, ഐ ആം ദ ഫാൻ ഓഫ് യുവർ ആർട്ട്. ദാറ്റ്സ് മൈ റിലീജിയൻ. അതാണ് എൻ്റെ മതം. മതം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അഭിപ്രായം എന്നൊരു അർത്ഥം കൂടി ഉണ്ട്. അല്ല, അപ്പോൾ ഒരു ഇപ്പൊ നമ്മൾ എപ്പോഴും കാണാറുണ്ട്, ഇപ്പോഴും സ്റ്റിൽ ഇപ്പൊ മമ്മൂക്കയുടെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ലൈക്ക് ലാലേട്ടൻ ഫാൻസ് വരും, ലാലേട്ടന്റെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ മമ്മൂക്ക ഫാൻസ് വരും. അങ്ങനെ ഒരു ഫാൻ ഫൈറ്റ് വരെ നമ്മൾ സ്റ്റിൽ കാണാറുണ്ട്. അതിനെ ഓക്കെ, ആ പറയുന്നത് നിങ്ങൾ എഡിറ്റ് ചെയ്താലും കുഴപ്പമില്ല. അതിനെ പച്ച മലയാളത്തിൽ ഇന്ന് ന്യൂ ജനറേഷനിൽ പറയുന്നൊരു വാക്കുണ്ട്, ഫാൻ ഓളി എന്ന് പറയും. എഡിറ്റ് ചെയ്താൽ എനിക്ക് കുഴപ്പമില്ല, എഡിറ്റ് ചെയ്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാനത് പച്ചയ്ക്ക് തുറന്നു പറയാൻ തയ്യാറാണ്. അത് ഓളിത്തരം തന്നെയാണ്. അങ്ങനെ പാടില്ല ഒരിക്കലും. നമ്മളെ മറന്നുകൊണ്ട് നമ്മുടെ മുകളിലേക്ക് ഒരാളെ, ആരെയും, ഒരു വ്യക്തിയോ ഒരു ദൈവത്തിനെയോ ഒരു ബിംബത്തിനെയും കൊണ്ടുവരാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതെന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അത് ഇനി മമ്മൂക്ക എന്ന് പറഞ്ഞാൽ എത്ര വർഷമായിട്ട് മമ്മൂക്കയും ലാലേട്ടനും എത്ര വർഷം നമ്മളെ എന്റർടൈൻ ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ കലയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവരെ വ്യക്തിപരമായിട്ട് നമ്മൾ പരിചയപ്പെടും. എനിക്ക് ലാലേട്ടനായിട്ട് വ്യക്തിപരമായിട്ട് പരിചയമില്ല, മമ്മൂക്ക എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമുണ്ട്. അതിനെ ആദരിക്കുന്നു. ഐ റെസ്പെക്ട് ഹിം. പുള്ളിയുടെ കലയെ ഞാൻ ആരാധിക്കുന്നു. പുള്ളി എന്ന് പറഞ്ഞാൽ മമ്മൂക്ക എന്ന് പറഞ്ഞ വ്യക്തി, ഞാൻ പറഞ്ഞുതരാം. മമ്മൂക്ക എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ അടുത്ത് കൃത്യമായിട്ട് അതിൻ്റെ ടെക്നോളജിക്കലി ഡെവലപ്പായി വന്നിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് പുള്ളി. ഒരുപാട് പറയാനാണെങ്കിൽ പിന്നെ എപ്പിസോഡ്സ് ഒരുപാടുണ്ട്. അഡാപ്റ്റ് ചെയ്ത് വന്ന് പുള്ളി ഇന്ന് കാണുന്ന കാര്യങ്ങൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ആർട്ടിസ്റ്റാണ്. മമ്മൂക്ക ഈസ് എ ഫൈറ്റർ. ലാലേട്ടൻ എനിക്ക് അടുത്ത പരിചയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കമന്റ് ചെയ്യാറ്. ഒപ്പം ഞാൻ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവിടെ ഇൻസ്പയർഡ് ആണ്. അവിടെ ആരാധനയല്ല. ആരാധന ഒരിക്കലും വ്യക്തിപരമായിട്ടുള്ള ആരാധന തെറ്റാണ്. നമുക്ക് അവരുടെ ഗുഡ് ട്രേറ്റ്സ് ഫോളോ ചെയ്യാം. നമുക്ക് അത് മമ്മൂക്ക മാത്രമല്ല, ഒരു കൊച്ചു കുഞ്ഞിൽ നിന്ന് നമുക്ക് എടുത്തുകൂടെ? എന്തോരം കാര്യങ്ങൾ എടുക്കാൻ പറ്റും. നമുക്ക് ഇൻസ്പയർ ആവുന്നതെന്ന് പറയാൻ നമ്മൾ മനുഷ്യരിൽ നിന്ന് മാത്രമല്ല, നമുക്ക് പൂച്ചയിൽ നിന്ന്, പട്ടിയിൽ നിന്ന്, കുരങ്ങിൽ നിന്നും, സിംഹത്തിൽ നിന്നും, ആരിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇൻസ്പയർ ആവാം. ഇൻസ്പിറേഷൻ ഇസ് ടോട്ടലി ഡിഫറെന്റ്. ഫാൻഡം ഇസ് ടോട്ടലി ഡിഫറെന്റ്. ഐ ആം ടോട്ടലി അഗൈൻസ്റ്റ് ഫാൻഡം. ഇതിനോട് കംപ്ലീറ്റ്ലി യോജിക്കുന്ന ഒരാളാണോ ശരത്തേട്ടൻ? അതോ ആരുടെയെങ്കിലും ഫാൻ ആയിട്ടുള്ള ഒരാളാണോ? ആരാധനയൊക്കെ ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ഫാൻ കൂടിയല്ല ഞാൻ. അല്ല, ആരാധനയൊക്കെ ഉണ്ട്. ഇഷ്ടമാണ്. പിന്നെ ആദ്യം ഇഷ്ടപ്പെടേണ്ടത് നമ്മളെ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. കണ്ണു സ്ക്വാഡിന്റെ സമയത്ത് ഒരു ചോദ്യം മമ്മൂക്ക് ചോദിച്ചു, എല്ലാവരുടെ അടുത്തും ചോദിച്ചിരുന്നു. പ്രധാനമായിട്ട് ഞങ്ങൾ 4 പേര് ഇരിക്കുന്ന സമയത്ത് അസീസ് ഉണ്ട്, ഞാനുണ്ട്, റോണിച്ചുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ആക്ടർ ആരാ? മമ്മൂക്ക ചോദിച്ചു. മമ്മൂട്ടിയാണ് ചോദിച്ചു. കോമൺ ആയിട്ട് ഞങ്ങൾ 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചോദിച്ചു, ഓരോരുത്തരും പറഞ്ഞു. മമ്മൂക്ക പറഞ്ഞു, എടാ എല്ലാ ഉത്തരവും കറക്റ്റാണ്, പക്ഷേ സത്യസന്ധമായി പറയുകയാണെങ്കിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ നീയാണ്. അല്ലേ? ഇല്ലെങ്കിൽ പിന്നെ മുമ്പിലോട്ട് പോകുന്നേ. നമ്മൾ ഇഷ്ടപ്പെട്ടാലല്ലേ മറ്റുള്ളവർ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ നമ്മൾ തന്നെയാണ്. അങ്ങനെ ആവണം. അതാണ് അതിന്റെ ഉത്തരം. അതെ, എന്നാലും നമുക്ക് നമ്മളെ തന്നെ നല്ലൊരു ആക്ടർ ആക്കി എടുക്കാം. നമ്മളെങ്കിലും ഇഷ്ടപ്പെടണ്ടേ? പിന്നെ ഇവരുടെയൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു സർവൈവൽ ഉണ്ടല്ലോ, കഥകളൊക്കെ കേൾക്കാൻ, അല്ലെങ്കിൽ അവരൊക്കെ വന്ന വഴികളെ കുറിച്ച് മനസ്സിലാക്കാനൊക്കെ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതൊക്കെ ഒരു മോട്ടിവേഷൻ ആയിട്ടൊക്കെ എടുക്കാം നമുക്കല്ലേ? മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ, അതിന് ഇംഗ്ലീഷിൽ ഒരുപാട് വാക്കുകളുണ്ട്, മലയാളം വളരെ പരിമിതമാണ്. അതെ. അങ്ങനെ ഇൻസ്പിറേഷൻ ആയിട്ട് അവരുടെ ഇത് കണ്ട് വാക്കുകളുണ്ട്, നമുക്ക് അറിയാത്തതാണ് പല വാക്കുകൾ. നേരത്തെ കിട്ടിയില്ലല്ലോ, വിശന്നിട്ടായിരിക്കും. അതെ, നമുക്ക് പെട്ടെന്ന് കിട്ടാഞ്ഞിട്ട് ഒരുപാട് വാക്കുകളുണ്ട്. അതെ, സമ്മതിച്ചു. അതെ, നമ്മളില്ലേ. രേണുവിന് അങ്ങനെ ഒരു ആക്ട്രസ്
ആർട്ടിസ്റ്റ് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ആസ് എ പേഴ്സൺ ഏത് രീതിയിൽ നോക്കിയാലും ഈ രണ്ടുപേരും പേരല്ലാണ്ട് അങ്ങനെ ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് ഊർവശി ചേച്ചീനെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു രക്ഷയില്ല. ഞാൻ ഇപ്പോഴും ഇരുന്ന സിനിമകൾ കാണും, പഴയ സിനിമകൾ. പേഴ്സണലായിട്ട് അറിയില്ല, പക്ഷേ സിനിമകളും ഇന്റർവ്യൂസും ആ കല അതെനിക്ക് ഏറ്റവും കൂടുതൽ അതെ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഏറ്റവും ഇഷ്ടപ്പെട്ടു. സോ അതാണ്. അല്ലാണ്ട് പേഴ്സണലായിട്ട് അറിയുന്ന ഇങ്ങനെ ഇതുപോലെ നമ്മൾ കാണുന്ന ചില ആൾക്കാരിൽ നിന്ന് ചില കഥകൾ കേൾക്കുമ്പോഴും ഒക്കെ ഇൻസ്പയർഡ് ആവാറ്. കഥകൾ കേട്ട് വിലയിരുത്തും. എല്ലാ കഥകളും ശരിയാവണമെന്നില്ലല്ലോ. സംസാരിക്കുന്നത് ഒരുപാട് പുക കഥകളുണ്ട്. മറ്റൊരാൾ പറയുന്ന കഥയല്ലല്ലോ. അങ്ങനെ ഒരു കഥ കേട്ടിട്ട് പിന്നീട് അങ്ങനെ ഒരു കഥയെ ഇല്ല എന്ന് അറിഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? പറയാൻ പറ്റില്ല. പറ്റാത്ത സിറ്റുവേഷൻ ആണ്. ഇഷ്ടംപോലെ സിറ്റുവേഷൻ ഉണ്ട്. സ്വന്തമായിട്ട് സ്വന്തം പേരിൽ ഇതേപോലെ ഒരു റൂമർ കേട്ടിട്ട് ഞാനോ എപ്പോ ആ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. പക്ഷെ അതിപ്പോ വിവരിക്കാൻ താല്പര്യമില്ല. ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇതൊക്കെ ഇത് ഉള്ളതാണോ? അത് ശരിയല്ലല്ലോ പറഞ്ഞത്. ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ വരെ എന്നെ കുറിച്ച് ഇതേവരെ റോങ് ആയിട്ടൊരു കാര്യം ഞാൻ കേട്ടിട്ടില്ല. ഇല്ല. ഇനി നീ കേട്ടിട്ടുണ്ടോ? നിങ്ങളെ കുറിച്ചോ? നിങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. മിസ്റ്റർ പെർഫെക്റ്റ്. അങ്ങനെ കേട്ടില്ല എന്ന് വിചാരിച്ച് പെർഫെക്റ്റ് ആവണമെന്നില്ല. അങ്ങനെ കേട്ടു എന്ന് വിചാരിച്ചാൽ തെറ്റുകാരനാവണമെന്നില്ല. അല്ല, അങ്ങനെ യൂണിവേഴ്സൽ ആയിട്ട് പറഞ്ഞതാ. മൊത്തത്തില് ഒരാളെ കുറിച്ചൊരു ആരോപണം നിങ്ങളെ കുറിച്ച് പറഞ്ഞല്ല, മൊത്തത്തിൽ എന്ന് വിചാരിച്ച അയാൾ ആരോപണം ചെയ്ത് പറയാൻ പറ്റില്ല. പൊതുവെ പറഞ്ഞതാ. സ്നേഹയ്ക്ക് മൂവി പണ്ട് മുതലേ ഉള്ള ഒരു സ്വപ്നമായിരുന്നു, സിനിമ, ആക്ടിങ്, അങ്ങനെ ആയിരുന്നു. സിനിമയിൽ എത്തിയല്ലോ, അപ്പൊ ആയിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് ലൈക്ക് ഹോം വർക്ക്സ്, എങ്ങനെയായിരുന്നു ഒരു മൂവിയിലോട്ടുള്ള ഒരു തുടക്കം? എങ്ങനെയായിരുന്നു വെച്ചാൽ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞാല്. എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ട് വഴിയാണ് എനിക്ക് ഇതിലേക്ക് കിട്ടുന്നത്. അപ്പോൾ സന്തോഷമായിരുന്നു. ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നു, എനിക്ക് ചെയ്യാൻ പറ്റും. സോ ഓക്കെ, ഇനി അതിലേക്ക് തന്നെ ആവാം എന്നുള്ളൊരു രീതിയിലേക്കായി. ശരത്തേട്ടന് ഇപ്പം സോഷ്യൽ മീഡിയ ഉണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പേഴ്സണും റിയൽ ലൈഫിലുള്ള പേഴ്സണും രണ്ടും സെയിം ആണോ? അല്ല, ഞാൻ എന്റെ എന്നെ കുറിച്ചാണോ? എന്റെ സോഷ്യൽ മീഡിയ ഞാൻ യൂസ് ചെയ്ത സോഷ്യൽ മീഡിയ എന്നെ കുറിച്ച് അല്ല. ഞാനേ അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സോഷ്യൽ മീഡിയ കാണുന്നത് എൻ്റെ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. ഐ മീൻ എൻ്റെ ഷൂട്ടിങ്, എൻ്റെ സിനിമയുടെ മെറ്റീരിയൽസ് പ്രൊമോഷൻ ചെയ്യുക എന്നുള്ളത് മാത്രമായിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയ കാണുന്നത്. പിന്നെ എനിക്ക് പറയേണ്ടതായിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങൾ വരികയാണെങ്കിൽ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ പറയുക തന്നെ ചെയ്യും. ശരിക്കും അതിലൊരു കള്ളത്തരം ഞാൻ ഇന്നേ വരെ വെച്ചിട്ടില്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും എൻ്റെ സോഷ്യൽ മീഡിയ എല്ലാത്തിലും ഞാൻ ജോലി ചെയ്യുന്ന പ്ലാറ്റ്ഫോമിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എൻ്റെ പ്രോഡക്റ്റിനെ എങ്ങനെ ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കാമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. എപ്പോഴെങ്കിലും ഇമേജ് കോൺഷ്യസ് ആയിട്ടുണ്ടോ? ആയിട്ടുണ്ടോന്നൊക്കെ ചോദിച്ചാൽ അല്ല, ഉണ്ട്. കാര്യം വളരെ കഷ്ടപ്പെട്ടല്ലേ സിനിമയിലേക്ക് എത്തിയത്. ഈ 6-7 കൊല്ലം നമ്മൾ ഞാൻ സിനിമയിലെത്തി 8 കൊല്ലമായുള്ളൂ. ഈ 8 കൊല്ലത്തിന് മുമ്പ് ഞാൻ വളരെയധികം സ്ട്രഗിളിംഗ് ഒക്കെ എടുത്തിട്ടാണ് സിനിമയിലേക്ക് എത്തിയത് എല്ലാവരും. അപ്പൊ ഞാനത് സിനിമയിലെത്തി. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഒരുപാടധികം കലാകാരന്മാരുണ്ടാക്കി വെച്ച വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ എത്തി. അങ്ങനെ ഞാൻ എത്തി നിൽക്കുമ്പം ഞാൻ പാലിക്കേണ്ട കുറേ അധികം കാര്യങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ ഇൻഡസ്ട്രിയെ ഞാൻ ബഹുമാനിക്കണം, എൻ്റെ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിനെ ഞാൻ റെസ്പെക്ട് ചെയ്യണം, എനിക്ക് എൻ്റെ സിനിമയെ ഞാൻ സ്നേഹിക്കണം. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ നിന്ന് പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഉള്ള ഈ ഇമേജിനെയൊക്കെ ഞാൻ ചിലപ്പോൾ ശ്രദ്ധിക്കേണ്ടി വരും. തീർച്ചയായിട്ടും. ഒരു പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ വേണ്ടി വരാം. ചിലപ്പോൾ ഒരു പൊതുസഭയിൽ ഞാൻ പോകുമ്പോൾ ഇങ്ങനെ നിൽക്കാൻ പാടില്ല. ഒരു പക്ഷേ ഒരു 8 കൊല്ലം മുമ്പത്തെ ഷർത്താണെങ്കിൽ അങ്ങനെ നിൽക്കാൻ കുഴപ്പമില്ല. അവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഞാൻ മാത്രമല്ലെന്ന് തോന്നുന്നു, ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരും ഫോളോ ചെയ്യുന്നുണ്ടാവാം. ഒരു പക്ഷെ കരിയറിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും ഫോളോ ചെയ്യും. അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടോ? ഇല്ല,
അടിയാവും മിക്കവാറും ഞങ്ങൾ രണ്ടാള് രണ്ട് ദിശയിൽ അല്ല സഞ്ചരിക്കും. ഉറപ്പായിട്ടും ചേട്ടൻ അത് കറക്റ്റ് അല്ലേ? രണ്ടാളല്ല, 4 പേര് 4 ദിശ. അല്ല നമ്മളെ എല്ലാരും ഓരോ ജീവിത അനുഭവങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരല്ലേ. ഇപ്പൊ എന്റെ ജീവിതം അല്ല ശബ്ദിച്ചേണ്ട ജീവിതം, സ്നേഹയുടെ അല്ല രേണുവിന്റെ. അപ്പൊ എല്ലാരും പല പല ലൈഫിൽ നിന്ന് വന്ന ആൾക്കാരല്ലേ. ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളല്ലേ. സെലക്റ്റീവായിട്ട് മൂവി ചൂസ് ചെയ്യുന്ന ആളാണോ ശരത്തേട്ടൻ? ഇപ്പൊ ഈ കുറച്ച് നാൾ മുമ്പ് വരെ അല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ആയി തുടങ്ങി. കഴിഞ്ഞൊരു 2 വർഷമായിട്ട് ഞാൻ അങ്ങനെ എല്ലാ സിനിമകളുടെ ഭാഗമാകാൻ ആഗ്രഹിക്കും. നല്ല സിനിമകളുടെ ഭാഗമാവുക, എൻ്റെ കഥാപാത്രത്വം എനിക്ക് എത്രത്തോളം ആ സിനിമയിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പം ശ്രദ്ധിച്ചു തുടങ്ങി. എന്നാലും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ജോലി ഇതായതുകൊണ്ട് ചില സമയങ്ങളിലൊക്കെ നമുക്ക് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും. നമുക്കങ്ങനെയൊക്കെ കുഴപ്പമില്ല, നമ്മളെ പെർഫോമൻസ് വൃത്തിയായിട്ട് നന്നായിട്ട് ചെയ്യാം. എത്ര നന്നായിട്ട് ചെയ്താലും സിനിമ ടോട്ടലി നന്നാവണം, എന്നാൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. ചിലപ്പോഴൊക്കെ ഒന്ന് പാളിപ്പോവാറുണ്ട്, എന്നാലും തിരിച്ച് നമ്മളത് തെറ്റുകൾ തിരുത്തി മുന്നിലോട്ട് വരാൻ തന്നെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. തീർച്ചയായും. ശബരീഷനാണെങ്കിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ എല്ലാ നടന്മാർക്കും ഇനിയും പുതിയ പുതിയ കൈൻഡ് ഓഫ് റോൾസ് ചെയ്യണം എന്നാണ്. ഇപ്പൊ ജഗദീഷ് ചേട്ടനെ ഞാൻ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ജഗദീഷ് ചേട്ടന് ഒരുപാട് വെർസറ്റൈൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ജഗദീഷ് ചേട്ടൻ പറഞ്ഞു ജഗദീഷ് പള്ളിയിലച്ഛനാവാൻ ആഗ്രഹമുണ്ട്, അത് ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഡ്രീം റോൾ ഉണ്ടോ? അല്ല, ഞാൻ പള്ളിയിലച്ഛൻ ചേട്ടന്റെ ആഗ്രഹം പറഞ്ഞതാ. ഞാൻ ചോദിച്ചത് അതേപോലെ തന്നെ ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ കാണില്ലേ? അങ്ങനെ ഒരു ചോയ്സിനുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളല്ല ഞാൻ. എന്നാലും നമുക്ക് സ്വപ്നങ്ങൾ അങ്ങനെയല്ല ആരും ഞാൻ വിശ്വസിക്കുന്നു, ഇൻക്ലൂഡിങ് മമ്മൂക്ക, ലാലേട്ടൻ. മലയാള ഇൻഡസ്ട്രിയുടെ കഴിഞ്ഞ 40 വർഷമായിട്ടുള്ള മലയാള ഇൻഡസ്ട്രി തോളിൽ കൊണ്ടു നടക്കുന്ന 2 പേരാണ് ലാലേട്ടനും മമ്മൂക്കയും. അവർ 2 പേർക്കും ഓക്കെ എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്നും പറഞ്ഞാൽ അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല, ഉറപ്പായിട്ടും പറ്റില്ല. ജഗദീഷന്റെ ഒരു ആഗ്രഹം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ എനിക്ക് പെർഫോം ചെയ്യേണ്ട അതൊരു കഥ വന്നു, ഒരു സിനിമ എൻ്റെ അടുത്തേക്ക് ഒരു സിനിമാ കഥയും പറഞ്ഞു, ഒരു ടീം വന്നു. എന്താണ് എൻ്റെ കഥ, ആ കഥയില് എൻ്റെ ക്യാരക്ടർ എന്താണ്, ആ കഥയില് എൻ്റെ ക്യാരക്ടറിന്റെ റോൾ എന്താണ്, എൻ്റെ ക്യാരക്ടർ ആ കഥയിൽ എന്ത് കോൺട്രിബ്യൂഷൻ ആണ് ചെയ്യുന്നത്, ഇത്രയും മാത്രമേ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. ഇതാണ് മിനിമലായിട്ടുള്ളത്. അത് പള്ളിയിലച്ഛനാണോ മറ്റേ പൂജാരിയാണോ എന്ത് തേങ്ങയാണോ അതൊന്നും എന്റെ കയ്യിലുള്ള കാര്യമേ അല്ല. എനിക്കത് ഡിസൈഡ് ചെയ്യാനുള്ള ഒരു വോയിസ് എനിക്കില്ല. ഒരു ആക്ടറൊന്നും ഇല്ല. ഡ്രീം റോളും ഇല്ല. അപ്പോ എന്ത് ഡ്രീം റോള്? അങ്ങനെ ആഗ്രഹങ്ങൾ ഇല്ല. എന്താ മറ്റേ കർണൻ, അതാണ് ഉദ്ദേശിച്ചത്. മേ ബി അങ്ങനെ ഒരുപാട് പേർക്ക്. ശരത്തേട്ടൻ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? ഇങ്ങനെ ഒരു ഡ്രീം റോൾസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു റോളായിട്ടല്ല, അല്ല ഒരുപാട് ആഗ്രഹം, ഒരു ഇന്ന നിശ്ചിത ഒരു കഥാപാത്രം കിട്ടിയാ ചെയ്യും. രാവണൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. കാരണം ഞാൻ എൻ്റെ ഒരു കർണഭാരം എന്നൊരു നാടകത്തില് സ്ഥിരം ഞാൻ ശകുനിയുടെ ക്യാരക്ടറാണ് ചെയ്യണേ. അപ്പൊ ഈ ശകുനിയുടെ ക്യാരക്ടർ വരുമ്പോൾ രാവണനാണ് ഏറ്റവും കൂടുതൽ നാടകത്തിൽ സ്കോർ ചെയ്തുകൊണ്ടിരുന്നത് ആ നാടകത്തിൽ. അപ്പൊ എൻ്റെ ഒരു ഫിസിക്കൽ ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ട് എനിക്ക് ശകുനി ആവാനേ പറ്റുള്ളൂ എന്നുള്ള ധാരണ ഈ രാവണൻ ഉണ്ടായിരുന്നു. മിക്ക സമയങ്ങളിൽ രാവണനും ഞാനും കൂടെ പെർഫോം ചെയ്യുമ്പോൾ രാവണൻ എനിക്ക് മേളിൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് പെർഫോമൻസ് ചെയ്യും. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിനോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, അത് ആശാനെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ എന്നെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഒരു ലിമിറ്റ് ഇല്ലേ? ഈ രാവണൻ ഇന്നതാണ്, ശകുനിയുടേതായ ഒരു സ്പേസ് ഉണ്ട്, അതിനപ്പുറത്തേക്ക് രാവണനാവാൻ ഒരിക്കലും പറ്റില്ല. അങ്ങനെയൊക്കെ നാടകത്തിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വാശിയുണ്ട്. എന്റെ ഫിസിക്കലിന് അപ്പുറം, എനിക്ക് എന്റെ ബോഡി ലാംഗ്വേജിന് അപ്പുറം, അല്ലെങ്കിൽ എന്റെ ലിമിറ്റേഷൻ അപ്പുറമുള്ള കഥാപാത്രങ്ങൾ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ മൈമകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പണ്ട് നാടക സിനിമയിൽ വരുന്നതിന് മുമ്പ് മൈമകൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. ഒരുപാട് അങ്ങനത്തെ ആഗ്രഹമുണ്ടോ? എനിക്ക്. അപ്പൊ എന്തായാലും നമ്മുടെ സിനിമ ഒരു സക്സസ്ഫുൾ മൂവി ആവട്ടെ.